ഹായ്. ജോഷ് രചനയും സംവിധാനവും ചെയ്ത് 2023 പുറത്തിറങ്ങിയ ക്രൈം ത്രില്ലർ ചിത്രമായ കിറുക്കൻ എന്ന സിനിമയെ കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. സിനിമയിൽ സലീം കുമാർ, വിജയരാഘവൻ, കനി കുസൃതി, ജോണി ആന്റണി, അനാർക്കലി മരക്കാർ, അപ്പാനി ശരത്ത്, മീര വാസുദേവ്, പിന്നെ ഇവർക്കൊപ്പം മക്ബൂൽ സൽമാൻ, ഇവരൊക്കെ ഈ സിനിമയിൽ മുഖ്യ കഥാപാത്രമായിട്ട് ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഈ സിനിമ എങ്ങനെയുണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല ഒരു രസമുള്ള ഒരു സിനിമ തന്നെയാണ് കേട്ടോ. അത്യാവശ്യം നല്ല ഒരു ത്രില്ലിങ്ങും അതേപോലെ കുറച്ച് സസ്പെൻസും കാര്യങ്ങളൊക്കെ തരുന്ന ഒരു അടിപൊളി പടം തന്നെയാണ്. സലീം കുമാറിന്റെ വേഷമാണെങ്കിലും മക്ബൂൽ സൽമാൻ ആണെങ്കിലും കനി കനി കുസൃതി, വിജയരാഘവൻ, ഇവരൊക്കെ ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു പോലീസ് സ്റ്റേഷനിൽ ഉണ്ടാവുന്ന ആ ഒരു ചോദ്യം പറച്ചിലും കുറ്റവാളികളോടുള്ള ആ ഒരു സംഭവങ്ങളും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് തന്നെയാണ് ഇവരൊക്കെ ചെയ്തിട്ടുള്ളത്. അതേപോലെ സലീംകുമാറിന്റെ ഓരോ ഡയലോഗും കാര്യങ്ങളൊക്കെ രസകരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ അഭിനയിച്ചിട്ടുള്ള അനാർക്കലി മരക്കാരന് കുറച്ച് റോളേ ഉള്ളൂ, എന്നാലും കുഴപ്പമില്ല. അവിടെ ഇവിടെയൊക്കെ കുറച്ച് റോൾ മാത്രമാണ് അനാർക്കലി കൊടുത്തിട്ടുള്ളൂ. മക്ബൂൽ സൽമാൻ ആണെങ്കിലും രസമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നല്ലൊരു പോലീസ് ഓഫീസറുടെ ക്യാരക്ടർ തന്നെയാണ് മക്ബൂൽ സൽമാൻ ചെയ്തിട്ടുള്ളത്. അതിൽ ഇരട്ടി കിറുക്കൻ എന്നൊരു പേര് നമ്മുടെ സലീം കുമാറിനാണ് കൊടുത്തിട്ടുള്ളത് തോന്നുന്നുണ്ട്. അദ്ദേഹം ആ ഒരു ക്യാരക്ടർ അനുസരിച്ചിട്ടുള്ള റോൾ തന്നെയാണ് ചെയ്ത് കൂട്ടിയിട്ടുള്ളത്. പിന്നെ ഇതിന്റെ ഒരു കഥയും നല്ല രസമുള്ള ഒരു കഥയാണ്. ഒരു കൊലപാതകം നടക്കുന്നു. ആ ഒരു കൊലപാതകത്തിന്റെ പിന്നാലെ ഇവർ ഈ കേസുമായിട്ട് മുന്നോട്ട് ഇങ്ങനെ പോകുന്നു. അപ്പോൾ ഓരോരുത്തരായിട്ട് ഇങ്ങനെ ചോദ്യം ചെയ്ത് ലാസ്റ്റ് ഒരു കുറ്റവാളി ആ കുറ്റവാളിയെ കണ്ടെത്തുന്നുണ്ട്. ആ കുറ്റവാളിയെ കണ്ടെത്തി കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു കൊലക്ക് പിന്നിലുണ്ടാവുന്ന ആ ഒരു സാഹചര്യം എന്താണെന്ന് മനസ്സിലാവുന്നത്. ആ സാഹചര്യം മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്ക് ആ കഥ എന്താണെന്ന് ഏകദേശം മനസ്സിലാവും. ഇതൊരു ദുരഭിമാന കൊല, അതായത് തനത് ജാതി തന്നെ, അത് സ്വന്തം ജാതിയിൽ തന്നെ ആണെങ്കിലും ഒരു ഏറ്റടക്കമുള്ള ആൾക്കാരുമായിട്ടുള്ള ഒരു സംഭവം, അല്ലെങ്കിൽ ഒരു കാര്യത്തിനോട് താല്പര്യമില്ലാത്ത ആൾക്കാർ ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ സിനിമയിലും കാണിക്കുന്നത്. അങ്ങനെ ആ ഒരു സംഭവത്തിന്റെ പേരിലാണ് ഈ ഒരു കൊലപാതകങ്ങളും കാര്യങ്ങളും നടക്കുന്നത്. അതായത് ഇതിൽ അനാർക്കലി മരക്കാരന്റെ കൊലപാതകമായിട്ട് അന്വേഷിച്ചു വരുന്ന സമയത്താണ് വേറൊരു കൊലപാതകത്തിന്റെ ചുരുളഴിയുന്നത്. ആ ചുരുളിൽ കൂടെ തന്നെയാണ് ഈ ഒരു കൊലപാതകം അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നത്. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാലും ഇതിന്റെ ഒരു ട്വിസ്റ്റ് വരുന്നുണ്ട്. ഈ ട്വിസ്റ്റിലും നടക്കുന്ന ഒരു സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ സെയിം സാധനം തന്നെയാണ്, ദുരഭിമാന കൊല. അതായത് സലീംകുമാറിന്റെ ഒരു ക്യാരക്ടർ ഞാൻ പറഞ്ഞല്ലോ, അങ്ങേർക്കും ഒരു മകളുണ്ട്. ആ ഒരു മകൾക്കും ചെറിയ ഇതേപോലെ ഒരു സംഭവം, ഒരു പ്രണയമുണ്ട്. ആ ഒരു പ്രണയം ഈ പറഞ്ഞ പോലെ തന്നെ ഒരു സംഭവമാണ്. അപ്പൊ അതിലും ഈ ഒരു കൊലപാതകം നടക്കുന്നുണ്ട്. അങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്തും പല സ്ഥലങ്ങളിലും ഈ ഒരു സംഭവം ഉണ്ട് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ സിനിമ എടുത്തിട്ടുള്ളതും. ഉണ്ട് തന്നെയാണ് എനിക്കും തോന്നുന്നത്. പലയിടത്തും നമ്മൾ ചില വാർത്തകളൊക്കെ കാണുമ്പോൾ കാണാറില്ലേ, അച്ഛൻ മകളെ കൊന്നു, ദുരഭിമാനം എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരുപാട് കഥകളൊക്കെ നമ്മളും വാർത്തയിലും കാണുന്നുണ്ട്. അതുപോലുള്ള ഒരു രസകരമായിട്ടുള്ള ഒരു സിനിമയാണ്. എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞല്ലോ, അത്യാവശ്യം നല്ല ത്രില്ലിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ള, നമ്മൾ കുറച്ച് എൻഗേജഡ് ആക്കി ഇരുത്താൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ് കിറുക്കൻ എന്ന് പറയുന്ന ഈ ഒരു സിനിമ. എനിക്ക് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എല്ലാം നല്ല രസമുണ്ട്. പാട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ലാണ്ട് ഇല്ല, പാട്ടൊന്നും ഇല്ല ഈ സിനിമയിൽ സത്യം പറഞ്ഞാൽ. പിന്നെ ചെറിയ ചെറിയ ബാക്ക്ഗ്രൗണ്ട് സ്കോറും പിന്നെ അന്വേഷണം കാര്യങ്ങളൊക്കെ ആയിട്ട് രസകരമായിട്ട് എടുത്തുള്ള ഒരു പടമാണ്. അപ്പോൾ ഈ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എനിക്ക് കമന്റ് ആയിട്ട് അറിയിക്കണം. അപ്പൊ അടുത്ത സിനിമയുടെ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.